എൻ്റെ വിഷയം എങ്ങനെയും ഞാൻ കൈകാര്യം ചെയ്ത് പോയിക്കോളാം, മാനേജ് ചെയ്ത് പോയിക്കോളാം. പക്ഷെ എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ വിഷയം, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയം, എൻ്റെ മാതാപിതാക്കളുടെ വിഷയം, ഇങ്ങനെ മറ്റുള്ളവരുടെ ഏറ്റവും ഉറ്റവരായിട്ടുള്ള മിത്രങ്ങളായിട്ടുള്ള പിരിയാൻ കഴിയാത്ത ബന്ധങ്ങളുള്ളവരുടെ വിഷയങ്ങളെ പരിഹരിക്കാൻ കഴിയാതെ വളരെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എങ്ങനെ അവരുടെ വിഷയത്തിൽ ഇടപെടും എനിക്കറിയില്ല. ദൈവം എങ്ങനെ ഇടപെടും? പരിശുദ്ധാത്മാവ് ഇന്നൊരു ദൂത് നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കണം ആ വ്യക്തികൾക്ക് വേണ്ടി. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ദൈവം ആ വ്യക്തികൾക്ക് രൂപാന്തരം വരുത്തും. അവരുടെ വിഷയത്തിൽ ദൈവം ഇടപെടും, അവർക്ക് രൂപാന്തരം വരുത്തും. അതിനുള്ളൊരു വചനമുണ്ട്. യേശുക്രിസ്തുവിന് ദൈവം സകല മനുഷ്യന്റെ മേലും അധികാരം കൊടുത്തിട്ടുണ്ട്. സകല മനുഷ്യന്റെ മേലും ദൈവം അധികാരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തികളുടെ മേലും കർത്താവിന് അധികാരമുള്ളത് കൊണ്ട് കർത്താവ് അവർക്ക് രൂപാന്തരം വരുത്തും. ആമേൻ. കേൾക്കണം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീ അവന് നൽകിയിട്ടുള്ളവർക്കെല്ലാം അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്റെ മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നുവല്ലോ. ഇന്നത്തെ ശാലോം സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വളരെ സ്നേഹത്തോടെ വന്ദനം ചെയ്യുന്നു. നിങ്ങൾ നാളുകളായി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം അത്ഭുതകരമായ മറുപടി തരട്ടെ. ഇന്ന് പ്രത്യേകം കർത്താവ് തരുന്ന ആലോചന എന്ന് പറയുന്നത്, നിങ്ങൾ ആരുടെയൊക്കെ വിഷയങ്ങൾ നിങ്ങളുടെ വിഷയമല്ല, എന്നാൽ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ, നിങ്ങൾക്ക് വിട്ടുകളയാൻ പറ്റാത്ത ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഏറ്റവും അധികമായി ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ വിഷയം, അതെങ്ങനെ ദൈവമേ ഒരു മാറ്റം വരുത്തും അവരുടെ വിഷയത്തിൽ എന്ന് ആകുലപ്പെടുന്ന ചിലരുടെ വിഷയങ്ങൾക്കുള്ള മറുപടിയാണ് ഇന്ന് കർത്താവ് നൽകുന്ന ആലോചന. നീ അവന് നൽകിയിട്ടുള്ളവർക്ക് എല്ലാവർക്കും അവൻ നിത്യജീവനെ കൊടുക്കേണ്ടതിന് നീ സകല ജഡത്തിന്റെ മേലും അവൻ അധികാരം നൽകിയിരിക്കുന്നല്ലോ. യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യേശു പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പറഞ്ഞൊരു വചനമാണ്, നീ സകല ജഡത്തിന് മേലും, യഹോവയായ ദൈവമേ, നീ സകല മനുഷ്യന്റെ മേലും, സകല മനുഷ്യജഡത്തിന്റെ മേലും അവന് യേശുവിന് അധികാരം നൽകിയിരിക്കുന്നു. യേശുവിനാണ് സകല മനുഷ്യന്റെ മേലും അധികാരം. അവൻ ദൈവത്തെ വിശ്വസിച്ചാലും കൊള്ളാം, നിരീശ്വരവാദിയാണെങ്കിലും കൊള്ളാം, അവൻ ദൈവത്തെ അനുസരിക്കുന്നവനും അനുസരിക്കാതിരിക്കുന്നവനും മനുഷ്യനാണോ, സകല ജഡത്തിന്റെ മേലും യേശുവിന് അധികാരം കൊടുത്തിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ആ ഒരു വലിയ അധികാരമാണ്. ആ അധികാരത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മൾ ഒരാള് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പ്രാർത്ഥിക്കുമ്പോൾ ആ വ്യക്തിക്ക് രൂപാന്തരം ഉണ്ടാകുന്നു. പ്രാർത്ഥിച്ച രൂപാന്തരം ഉണ്ടാകുന്ന എത്ര മുടിയം പുത്രനാന്ന് പറഞ്ഞാലും അനുസരിക്കാത്ത മോളാന്ന് പറഞ്ഞാലും ഒക്കെ ദൈവം രൂപാന്തരം വരുത്തിക്കോളും. ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തില് സുഖലോലുപതയ്ക്ക് വേണ്ടി സ്വന്തം മാതാപിതാക്കളെയും കുടുംബത്തെ വിട്ടിട്ട് വസ്തു വിറ്റ് അവകാശവും ഷെയറും വിറ്റിട്ട് പോയി ദൂർത്തിന് പോയ ഒരു മകന്റെ കാര്യമുണ്ട്. അവൻ പോയി, അപ്പന് ഇഷ്ടമല്ല, അപ്പൻ വേദനപ്പെട്ടു. പക്ഷേ അപ്പൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു, കാത്തിരുന്നു. ഹല്ലേലൂയ. പിന്നീടുള്ള സംഭവങ്ങൾ അറിയുമ്പോഴറിയാം അപ്പൻ എത്രമാത്രം കാത്തിരുന്നു. ആ കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ഫലമുണ്ടായി. ആ മകനായിരുന്നിടത്ത് ബൈബിൾ എഴുതിയിരിക്കുന്ന വാക്ക്, അവന് സുബോധം വന്നു. അപ്പൊ സുബോധം വരുത്താനുള്ള പ്രാർത്ഥന ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി കണ്ണുനീരോടുകൂടി മുടങ്ങാതെ പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥന ഒരിക്കലും വൃഥാവല്ല. ആ പ്രാർത്ഥന നിങ്ങൾ തള്ളിക്കളയില്ല. എവിടെ ദൂർത്തടിച്ചു പോയാലും, എവിടെ പിണങ്ങിപ്പോയാലും, ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവും വേണ്ട, ഞാൻ നിങ്ങളുടെ മക്കളുമല്ല, മകനുമല്ല, അല്ലെ അപ്പനല്ല, അമ്മയല്ല എന്നൊക്കെ പറഞ്ഞു പോയാലും പ്രാർത്ഥിച്ചാൽ ഒരു സുബോധം വരും. ആമേൻ, ഹല്ലേലൂയ. കാരണം സകല ജഡത്തിന്മേലും അധികാരമുള്ള ദൈവത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അപ്പൊ ആ ദൈവത്തിന് ഈ മനുഷ്യന്റെ മേലും അധികാരമുണ്ട്, ഈ വ്യക്തിയുടെ മേലും അധികാരമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സംശയിക്കാതെ, കർത്താവേ, ഇന്ന വ്യക്തിയുടെ മേൽ നിനക്ക് അധികാരമുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കർത്താവ് തന്നെ പറയുന്നുണ്ട്, ഈ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന കാര്യം നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടി, ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് വേണ്ടി നിനക്ക് വേണ്ടി അപേക്ഷിച്ചു. അപ്പം നമ്മൾ മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ വിശ്വാസത്തെ പോകാതിരിക്കാനും കൊണ്ടുവരാനും ഒക്കെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. പത്രോസിനോട് യേശു പറഞ്ഞ കാര്യമാണ്. അപ്പൊ അത് സംഭവമാണ്, ശരിയാ. മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കുമ്പോൾ അപ്പം പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുള്ളൂ. അപ്പൊ സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ മാറ്റേണ്ടതിന് അപേക്ഷ ചോദിച്ചു. എന്നാൽ ഞാനോ നിന്റെ വിശ്വാസം പോയി പോകാതിരിക്കേണ്ടതിന് ദൈവത്തോട് അപേക്ഷിച്ചു. അതുകൊണ്ടാണ് നിന്നെ ഗോതമ്പ് പോലെ പാറ്റാതിരുന്നതും നീ ഇന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം, മറ്റൊരാൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തെ
എന്താ പറയുന്നത്, അങ്ങനെ അറിയാത്തൊരു വ്യക്തിയാകട്ടെ അല്ലെങ്കിൽ അറിഞ്ഞിട്ടുള്ള വ്യക്തിയാകട്ടെ, അവരുടെ മേൽ ദൈവത്തിന്റെ സ്വാധീനവും അധികാരവും വെളിപ്പെടുത്തും ദൈവം. കാരണം പ്രാർത്ഥന നമ്മൾ കൊടുക്കുന്നൊരു വലിയ വിലയാണ്. നമ്മൾ പ്രാർത്ഥിക്കാതിരിക്കരുത്. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ദൈവം രൂപാന്തരം വരുത്തും. രൂപാന്തരം വരാത്ത ഹൃദയങ്ങളാണെങ്കിലും, അഡിക്റ്റ് ആയിപ്പോയ മനസ്സുകളാണെങ്കിലും ദൈവം മാറ്റം വരുത്തും. ഹല്ലേലൂയ. കാരണം യേശു ക്രിസ്തുവിന്റെ അധികാരം ആ വ്യക്തിയുടെ മേലും ഉണ്ട്. മത്തായി സുവിശേഷം 28:18 യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. യേശു ശിഷ്യന്മാരോട് പറയാണ്, സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ. അപ്പൊ നമ്മള് ഭൂമിയിലുള്ള പ്രിയപ്പെട്ടവരെ, അവരുടെ മേൽ ദൈവത്തിന് അധികാരം, യേശുവിന് അധികാരം. സ്വർഗത്തിലാകട്ടെ, സ്വർഗത്തിലും യേശുവിൻ്റെതാണ് അധികാരം. ആ അധികാരം മുഴുവൻ ഉള്ള ദൈവത്തോടാണ് നാം പ്രാർത്ഥിക്കുന്നത്. അവന്റെ പേരിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. അതെ, അവനാണ് അധികാരം. നിങ്ങളുടെ പ്രാർത്ഥന എന്താ പറയുന്നത്, അനങ്ങാത്ത, പ്രവർത്തിക്കാത്ത, കേൾക്കാത്ത, കാണാൻ കഴിയാത്ത ഒരു വിഗ്രഹത്തോടല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്. സകലത്തിന്റെ മേലും അധികാരമുള്ള, ജീവനുള്ള, ഉയർത്തെഴുന്നേറ്റ ദൈവത്തിന്റെ അടുക്കലാണ്. യേശു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് ശിഷ്യന്മാരോട് പറഞ്ഞ കാര്യമാണ്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. അതെ, ഈ യേശുവിന്റെ അടുക്കൽ പ്രാർത്ഥിക്കുന്നത് ധൈര്യമായിട്ട് പ്രാർത്ഥിച്ചു, ഉറപ്പായി മറുപടി ഉണ്ടായിരിക്കും. അവൻ ജീവിക്കുന്ന ദൈവം. ഹല്ലേലൂയ. ആമേൻ. യോഹന്നാന്റെ സുവിശേഷം 6:37 യേശു പറയുന്ന കാര്യം, പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. ശ്രദ്ധിച്ചേ, പിതാവ് നമ്മെ ദൈവത്തിന്റെ, യേശുവിന്റെ അടുക്കലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. ദൈവമാണ് ഒരു വ്യക്തിയെ അടുപ്പിച്ചുകൊണ്ട് വരുന്നത്. ദൈവമാണ് ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ട് വരുന്നത്. അവനെ യേശുവിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. യേശു അവന് പകരമായി യാഗമായി തീരാൻ പോവുകയാണ്. അങ്ങനെ അവനെ വിലയ്ക്ക് വാങ്ങുകയാണ്. വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ രക്തം പ്രായശ്ചിത്തമാകുവാൻ ദൈവം യേശുവിനെ പരസ്യമായി നിർത്തിയിരിക്കുകയാണ്. റോമലേഖനം 3:25. ആരൊക്കെ യേശുവിനെ വിശ്വസിക്കുന്നു, അവൻ യേശു പ്രായശ്ചിത്തമായി തീരുകയാണ്. പിതാവ് എനിക്ക് തരുന്നതൊക്കെയും എൻ്റെ അടുക്കൽ വരുന്നു. യേശുവിന്റെ അടുക്കിലേക്ക് പിതാവ് എന്നെ കൊണ്ടുപോയി കൊടുത്തിരിക്കുകയാണ്. ഇനി അടുത്ത കേട്ടോണം, ഞാൻ യേശുവിന്റെ അടുക്കൽ ചെന്ന് പെട്ടോ, യേശുവിന്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും യേശു ഉപേക്ഷിക്കുകയില്ല, കൈവിടുകയില്ല. ഹല്ലേലൂയ. സകലത്തിന് മേലും അധികാരമുള്ളവൻ, സകല ജഡത്തിന് മേലും അധികാരമുള്ളവൻ നിങ്ങളുടെ വിഷയങ്ങളെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിഷയങ്ങളിൽ ഇടപെടുവാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. മനുഷ്യനായി ഈ ലോകത്തിൽ വന്നിട്ടുള്ളവരിൽ ദൈവത്തോട് സംസാരിക്കാനുള്ള മധ്യസ്ഥൻ ഒരാളെ ഉള്ളതെന്നതിന്റെ അർത്ഥം. ദൂതന്മാരോ മാലാഖമാരുടെ കാര്യമല്ല, മനുഷ്യരായി തീർന്ന ഒരാളേ ഉള്ളൂ മധ്യസ്ഥത ചെയ്യുവാൻ, ദൈവത്തോടും മനുഷ്യനോടും മധ്യസ്ഥത ചെയ്യുവാനുള്ള ആൾ. അത് യേശു ക്രിസ്തു, മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. ഹല്ലേലൂയ. അവന് സകലത്തിന് മേലും അധികാരമുണ്ട്. മാറാത്തത് ദൈവം മാറ്റും. നീങ്ങാത്ത കാര്യങ്ങൾ ദൈവം നീക്കിത്തരും. എത്ര പൈശാചിക ശക്തി ബന്ധിച്ച കേസാണെങ്കിലും ദൈവം ഉരുത്തരും, ദൈവം വിടുവിച്ചു വരും. പക്ഷെ പ്രാർത്ഥിച്ചാൽ മതി, അധികാരമുള്ളവൻ പ്രവർത്തിക്കും. ഹല്ലേലൂയ. 4 പേര് പക്ഷവാതക്കാരനെ ചുമന്നുകൊണ്ട് യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നല്ലേ? ചുമന്നു കൊണ്ടുവന്നുള്ള വിശ്വാസം കണ്ടിട്ട് പക്ഷവാതക്കാരനോട് നിന്റെ പാപം മോചിച്ചിരിക്കുന്നു പറഞ്ഞവനാ യേശു. പാപിയായിട്ട് പോലും അവൻ പാപം ഏറ്റു പറയാതിരുന്നിട്ടും അവനെ ചുമന്നുകൊണ്ട് വന്നുള്ള വിശ്വാസം കണ്ടിട്ട് അവന്റെ പാപം മോചിച്ച് പിന്നീട് സൗഖ്യമാക്കി കൊടുത്തവനാ ദൈവം. അതെ, നിങ്ങളുടെ പ്രാർത്ഥന വൃഥാവല്ല, നിങ്ങൾ ചുമക്കുന്നത് വൃഥാവല്ല, നിങ്ങൾ വിശ്വസിക്കുന്ന വൃഥാവല്ല. ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ ദൈവം വിടുവിക്കും. പ്രിയ കർത്താവേ, ഈ വചനം കേട്ട, ഈ വചനത്തിലൂടെ പ്രാർത്ഥിക്കുന്ന എൻ്റെ സഹോദരങ്ങളുടെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന അവരുടെ വിഷയത്തിൽ അവർ ഭാരപ്പെടുന്ന ഏറ്റവും വലിയ വിഷമസന്ധിയിൽ കർത്താവ് അവരുടെ വിഷയത്തിൽ ഇറങ്ങി വന്നിട്ട് ഏത് വ്യക്തിയുടെ വിഷയത്തിലാണ് കർത്താവെ വേദനപ്പെടുന്നത്, കർത്താവെ നുറുക്കപ്പെട്ടിരിക്കുന്നു, കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ തകർന്നിരിക്കുന്ന അമ്മമാർ, കർത്താവെ തലമുറയുടെ ഭാവി ഓർത്ത് കർത്താവെ കലങ്ങിയിരിക്കുന്ന, ആശങ്കപ്പെടുന്ന പിതാക്കന്മാർ, അവരുടെ എല്ലാം പ്രാർത്ഥനാ വിഷയങ്ങൾ നിന്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. സകല ജനത്തിനു മേലും അധികാരം യേശുവിനാണ്. യേശുവെ, ആ മക്കളുടെ മേൽ ദൈവത്തിന്റെ അധികാരം വെളിപ്പെടുത്തണമേ. അവർക്ക് വേണ്ടി ദൈവം ഇടപെടണമേ. അവരെ മടക്കി വരുത്തണമേ. അത്ഭുതങ്ങളെ അവർക്ക് വേണ്ടി ചെയ്യണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവൻ കാര്യങ്ങളെ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളെ പ്രിയപ്പെട്ടവർക്ക് കൊണ്ട് ചെയ്യട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സന്ദേശം കുറെ പേർക്ക് പങ്കുവെക്കുമല്ലോ. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ.